നമസ്കാരം വിദ്യാർത്ഥികളെ. GDAയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ 7ാമത്തെ വോള്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫസ്റ്റ് യൂണിറ്റായ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചാണല്ലോ നിങ്ങൾ പഠിച്ചത്. പോർഷൻസ് ഒക്കെ എല്ലാവരും ഭംഗിയായി പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാമത്തെ യൂണിറ്റിലെ റോൾ ഓഫ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ഇൻ പേഷ്യൻ്റ് കെയർ. രോഗീ പരിചരണത്തിൽ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റിന്റെ പങ്ക് എന്താണെന്നാണ്. അതിനു മുമ്പ് ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ആ ദിവസത്തിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടാണല്ലോ. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത ദിവസം തുടങ്ങുമ്പോൾ ആ ദിവസം വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെയാണ് രോഗീ പരിചരണത്തിന്റെ കാര്യത്തിൽ. രോഗിക്ക് കെയർ കൊടുക്കുന്നതിന് മുൻപ് എന്താണ് രോഗിയുടെ ആവശ്യം, അല്ലെങ്കിൽ എന്താണ് രോഗിയുടെ നീഡ്, അല്ലെങ്കിൽ എന്താണ് രോഗിയുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിലാക്കി അവരുടെ ആവശ്യകത അനുസരിച്ച് അല്ലെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ച് കെയർ പ്ലാൻ ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് ഈ യൂണിറ്റിൽ ആദ്യമായി പഠിക്കാനുള്ളത് ഡെയിലി കെയർ പ്ലാൻ. കെയർ പ്ലാൻ, പരിചരണ പദ്ധതി. കെയർ പ്ലാൻസ് ആർ എ പ്ലാൻ ഫോർ ദ മെഡിക്കൽ കെയർ ഓഫ് എ പർട്ടിക്കുലർ പേഷ്യൻ്റ്. ഒരു പ്രത്യേക രോഗിക്ക് കൊടുക്കുന്ന വൈദ്യസഹായം പ്ലാൻ ചെയ്ത് തയ്യാറാക്കുന്നതിനാണ് പരിചരണ പദ്ധതി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് കെയർ പ്ലാൻ. പരിചരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? ടു പ്രൊവൈഡ് ഈച്ച് പേഷ്യൻ്റ് ആൻഡ് ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാൻ ഓഫ് കെയർ. വ്യക്തിഗത പരിചരണം നൽകുവാനായിട്ട് സഹായിക്കുന്നു. ടു ഡിറ്റർമിൻ ദ പ്രയോറിറ്റീസ് ഫോർ എ ആക്ഷൻ. മുൻഗണന അനുസരിച്ച് കെയർ തീരുമാനിച്ച് പേഷ്യൻറ്റിന് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു. ടു പ്രൊവൈഡ് ഫോർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എമംഗ് നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് പ്രൊഫഷണൽസ്. പേഷ്യൻറ്റിൻ്റെ കെയറിനെ കുറിച്ചുള്ള ഫലപ്രദമായ ആശയവിനിമയം നഴ്സസിൻ്റെയും മറ്റ് ജീവനക്കാരുടെയും ഇടയിൽ പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നു. ടു എൻകറേജ് പേഷ്യൻ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ പ്ലാനിംഗ് പേഷ്യൻസ് കെയർ ആൻഡ് ടേക്കിംഗ് ഡിസിഷൻസ് അബൌട്ട് ദി ഹെൽത്ത് കെയർ. രോഗിയുടെ പരിചരണത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ രോഗിയെ കൂടി ഉൾപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുക. അതോടൊപ്പം തന്നെ എന്ത് ഡിസിഷൻ എടുക്കുന്നുവോ അതും രോഗിയെ അറിയിക്കുവാനായിട്ട് ശ്രമിക്കണം. ടു പ്രൊവൈഡ് ഫോർ കണ്ടിന്യൂറ്റി ഓഫ് കെയർ, പ്ലാനിംഗ് ഫോർ ഫർദർ ആക്ഷൻസ് ആൻഡ് ഗോൾ സെറ്റിംഗ്സ്. പരിചരണം തുടരുവാനും പരിചരണത്തിൻ്റെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും ചികിത്സയുടെ ലക്ഷ്യത്തിലെത്തുവാനും സാധിക്കുന്നു. ടു അസിസ്റ്റ് ഇൻ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ പേഷ്യൻസ് റെസ്പോൺസ് ആൻഡ് റിക്കവറി. രോഗിയുടെ പ്രതികരണത്തെക്കുറിച്ചും രോഗമുക്തിയെക്കുറിച്ചും രേഖപ്പെടുത്തുവാനും സഹായിക്കുന്നു. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഫോർമുലേറ്റിംഗ് എ കെയർ പ്ലാൻ. പരിചരണ പദ്ധതി തയ്യാറാക്കുന്നതിന് എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ഉള്ളത്? അസസ്മെൻറ്റ്, പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, പ്ലാനിംഗ് ഇൻ്റർവെൻഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ. First step is assessment. Collection of patient's data like history and health data. പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി നമ്മൾ കളക്ട് ചെയ്യണം. ഫിസിയോളജിക്കൽ ഹിസ്റ്ററി കളക്ട് ചെയ്യണം, സൈക്കോളജിക്കൽ ഹിസ്റ്ററി കളക്ട് ചെയ്യണം, സോഷ്യോ കൾച്ചറൽ ഹിസ്റ്ററി കളക്ട് ചെയ്യണം, സ്പിരിച്വൽ ഹിസ്റ്ററി കളക്ട് ചെയ്യണം, അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഹിസ്റ്ററി നമ്മൾ കളക്ട് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് അബൌട്ട് ക്ലയൻസ് റെസ്പോൺസ് ഓഫ് ഹെൽത്ത് നീഡ്സ്. ഇപ്പോൾ പേഷ്യൻറ്റിന് എന്ത് പ്രോബ്ലമാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്ത് നീഡാണ് പേഷ്യൻറ്റിന് ആവശ്യമായിട്ട് ഉള്ളത്, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് പ്ലാനിംഗ് ഇൻ്റർവെൻഷൻ. ബേസ്ഡ് ഓൺ ദ അസസ്മെൻറ്റ് ആൻഡ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ദ നേഴ്സ് സെറ്റ്സ് അപ്രോപ്രിയേറ്റ് നേഴ്സിംഗ് ആക്ഷൻ. നമ്മുടെ ആദ്യത്തെ 2 സ്റ്റെപ്പ് നമ്മൾ കളക്ട് ചെയ്തു. അതനുസരിച്ച് വേണം നമ്മൾ ഇൻ്റർവെൻഷൻ പ്ലാൻ ചെയ്യാൻ. അതായത് നേഴ്സിംഗ് കെയർ എന്ത് കൊടുക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. നാലാമത്തെ സ്റ്റെപ്പാണ് ഇംപ്ലിമെൻറ്റേഷൻ. ക്യാരിയിങ് ഔട്ട് പ്ലാൻഡ് നേഴ്സിംഗ് ആക്ഷൻസ്. നമ്മൾ കൊടുക്കേണ്ട കെയറുകൾ പ്ലാൻ ചെയ്തു, അത് പേഷ്യൻറ്റിന് കൊടുക്കുക, അത് പേഷ്യൻ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതാണ് 4th സ്റ്റെപ്പിലെ ഇംപ്ലിമെൻറ്റേഷൻ. ലാസ്റ്റ് വൺ ഇവാലുവേഷൻ. ക്ലയൻറ്റ് പ്രോഗ്രസ് ടുവേഴ്സ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് നഴ്സിംഗ് കെയർ. നമ്മൾ കൊടുത്ത നഴ്സിംഗ് കെയർ പേഷ്യൻ്റ് എന്തുമാത്രം ഇഫക്റ്റീവ് ആയി എന്ന് നമ്മൾ ലാസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ 5 സ്റ്റെപ്സ്. അസസ്മെൻറ്റ്, പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, പ്ലാനിംഗ് ഇൻ്റർവെൻഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ. റോൾ ഓഫ് GDA ഇൻ പ്രിപ്പറേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കെയർ പ്ലാൻ. കെയർ പ്ലാൻ തയ്യാറാക്കുന്നതിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും
ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റിനുള്ള പങ്കെന്ത്? GDA provides support to the professionals working in the field of patient care. Implementation is the step which involves action or doing and the actual carrying out of nursing interventions outlined in the plan of care. ഏത് സാഹചര്യത്തിൽ പേഷ്യൻ്റ് കെയർ കൊടുക്കണമെങ്കിലും പ്രൊഫഷണൽസിനോടൊപ്പം തന്നെ GDAയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഒരു നഴ്സിംഗ് ആക്ഷൻസും അല്ലെങ്കിൽ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട കെയർ പ്ലാൻ ചെയ്താലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് GDA തയ്യാറായിരിക്കണം. വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് പേഷ്യൻസ് ഡെയിലി കെയർ. ഒരു പേഷ്യൻറ്റിൻ്റെ ദിനചര്യയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഉള്ളത്? എ GDA മേ അസിസ്റ്റ് ഇൻ ഡൂയിങ് ദ ഫോളോയിങ് സെൽഫ് കെയർ ആക്ടിവിറ്റീസ്. ഒരാളുടെ ഡെയിലി കെയർ അല്ലെങ്കിൽ സെൽഫ് കെയർ ആക്ടിവിറ്റീസിൽ GDA എന്തൊക്കെ കാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ബാത്തിങ് ആൻഡ് ഷവറിങ്, ഡ്രസ്സിങ് ആൻഡ് ഗ്രൂമിങ്, ഫീഡിങ്, ടോയ്ലറ്റിംഗ്, ടേക്കിംഗ് മെഡിക്കേഷൻസ്, ട്രാൻസ്ഫർ ഓഫ് ദി പേഷ്യൻറ്റ്. ബാത്തിങ് ആൻഡ് ഷവറിങ്, കുളിക്കുന്ന സമയത്ത് എന്തൊക്കെ അസിസ്റ്റൻസ് ആണ് ഒരു GDA ചെയ്ത് കൊടുക്കേണ്ടത്? ഹെൽപ്പിംഗ് ദ പേഷ്യൻ്റ് ടു ചെക്ക് ദ ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ, വെള്ളത്തിൻ്റെ ചൂട് നോക്കാനായിട്ട് സഹായിക്കണം. സ്റ്റേ വിത്ത് ദ പേഷ്യൻറ്റ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് പ്രൈവസി, കുളിക്കുന്ന സമയത്ത് പേഷ്യൻറ്റിനോടൊപ്പം സ്റ്റേ ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ അവർക്ക് പ്രൈവസി കൊടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യണം. എ തിൻ ടവൽ ക്യാൻ ബി യൂസ്ഡ് ടു കവർ ദ പ്രൈവറ്റ് പാർട്സ് ഓഫ് എ പേഷ്യൻറ്റ് വൈൽ ദ കെയർ ഗീവർ ബാത്സ് ഹെർ ഓർ ഹിം. ഒരു കെയർ ഗീവർ അല്ലെങ്കിൽ GDA പേഷ്യൻറ്റിന് കുളിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമ്പം അവരുടെ പ്രൈവറ്റ് പാർട്സ് ഒരു തിൻ ടവൽ വെച്ച് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എ ബാത്ത് സ്റ്റൂൾ മേ ബി നീഡഡ് സോ ദാറ്റ് ദ പേഷ്യൻറ്റ് ക്യാൻ സിറ്റ് കംഫർട്ടബിളി ഫോർ എ ബാത്ത്. ഗ്രാബ് റെയിൽസ് നിയർ ദ ബാത്ത് സ്റ്റൂൾ മേ ഓൾസോ ബി നീഡഡ്. പേഷ്യൻറ്റിനെ ഇരുന്ന് കുളിക്കാനായിട്ട് നമ്മൾ ബാത്ത് സ്റ്റൂള് റെഡിയാക്കി കൊടുക്കണം. ഇരിക്കുന്ന സമയത്ത് പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഗ്രാബ് റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. Be careful to dry the patient in the folds and areas between the toes. പേഷ്യൻ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് തോർത്ത് വെച്ച് ഡ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാ ഫോൾസുകളും, അതായത് ശരീരത്തെ എല്ലാ മടക്കിൻ്റെ ഭാഗങ്ങളും നമ്മുടെ കാലിൻ്റെ വിരലുകളുടെ ഇടഭാഗത്തും എല്ലാം നല്ല ഡ്രൈ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇഫ് ബാത്തിങ് ഈസ് ഡിഫിക്കൽട്ട്, റെഡ്യൂസ് ദ ഫ്രീക്വൻസി അക്കോർഡിംഗ് ടു ദ വെദർ ആൻഡ് നീഡ്സ് ഓഫ് പേഴ്സണൽ ഹൈജീൻ. ചില കാലാവസ്ഥ അനുസരിച്ച് പേഷ്യൻറ്റിന് ചിലപ്പോൾ കുളിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാണും. തണുപ്പ് കൂടുതലാണെങ്കിൽ പേഷ്യൻറ്റിന് ചിലപ്പം കുളിക്കാൻ ബുദ്ധിമുട്ട് കാണും. ആ സമയത്ത് അവരുടെ കുളിയുടെ ഫ്രീക്വൻസി, അതായത് ചിലപ്പോൾ രാവിലെയും വൈകിട്ടും കുളിക്കുന്നവരായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം കുളിക്കാനായിട്ട് മാത്രം നമ്മൾ അവരെ പ്രേരിപ്പിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ പേഴ്സണൽ ഹൈജീനും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. യൂസ് ദ ബാത്ത് ടൈം ടു ചെക്ക് ദ പേഷ്യൻറ്റ് ഫോർ ഇഞ്ചുറീസ് ആൻഡ് സോർസ്. കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുളിക്കാൻ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും തൊലിപ്പുറത്ത് എന്തെങ്കിലും മുറിവുകളോ ഇഞ്ചുറീസോ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ഡ്രസ്സിങ് ആൻഡ് ഗ്രൂമിങ്. കുളിക്കൾക്ക് ശേഷം പേഷ്യൻ്റ് ഡ്രസ്സ് ചെയ്യുന്നതിലും ഒരുങ്ങുന്നതിലും നമ്മൾ എന്ത് ഹെൽപ്പാണ് ചെയ്തു കൊടുക്കേണ്ടത്? അസിസ്റ്റ് ഇൻ കോമ്പിങ് ഓഫ് ഹെയർ ആൻഡ് ഹെൽപ്പിംഗ് നെയിൽ കട്ടിങ്. തല ചീപ്പാനും നെയിൽ കട്ട് ചെയ്യാൻ, അതായത് നഖം വെട്ടാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇഫ് എ പേഷ്യൻ്റ് ഈസ് അണേബിൾ ടു ഗ്രൂം ഹെർസെൽഫ് ഓർ ഹിംസെൽഫ്, എ കെയർ ഗീവർ നീഡ്സ് ടു എൻഷുർ ദാറ്റ് ഹി ഓർ ഷീ ഈസ് പ്രസൻറ്റബിൾ അറ്റ് ഓൾ ടൈംസ്. പേഷ്യൻറ്റിന് തന്നെ റെഡി, അതായത് ഡ്രസ്സ് ഇടാനും ഒരുങ്ങാനും ഒക്കെ പറ്റത്തില്ലെങ്കിൽ എപ്പോഴും ഒരു കെയർ ഗീവറിൻ്റെ പ്രസൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം. ക്ലോത്തിങ് നീഡ്സ് ടു ബി കംഫർട്ടബിൾ ആൻഡ് ഈസി ടു വെയർ. പേഷ്യൻറ്റിനെ ഈസി ആയിട്ട് ധരിക്കാൻ പറ്റുന്നതും അവർക്ക് ഏറെ കംഫർട്ടബിൾ, അതായത് ഏറെ സുഖകരവുമായ വസ്ത്രങ്ങൾ വേണം ധരിക്കാനായിട്ട് കൊടുക്കാൻ. എൻഷുർ ദാറ്റ് ദ ക്ലോത്ത്സ് ആർ നോട്ട് ടു ലോങ് ടു അവോയ്ഡ് ട്രിപ്ലിംഗ് ആൻഡ് ഫോളിങ്. അവർ ധരിക്കുന്ന വസ്ത്രം ഒത്തിരി നീളക്കൂടുതലാവാതെ ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടിയാ? ടു അവോയ്ഡ് ട്രിപ്ലിംഗ് ആൻഡ് ഫോളിങ്. തട്ടി വീഴാതെ മറിഞ്ഞു വീഴാതെ ശ്രദ്ധിക്കാനായിട്ടാണ്. സ്വിച്ച് ടു ക്ലോത്ത്സ് നോട്ട് ഹാവിങ് മെനി സിപ്പേഴ്സ് ഓർ ബട്ടൺസ്. അവരുപയോഗിക്കുന്ന വസ്ത്രത്തിൽ ഒത്തിരി ബട്ടൺസും അധികം സിപ്പേഴ്സും ഒന്നും ഇല്ലാത്തതായിരിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് ചൂസിങ് ഡ്രസ് വിത്ത് സ്ട്രിങ്സ്, യൂസ് ഡ്രസ് വിത്ത് ഇലാസ്റ്റിക് ഓർ വെൽക്രോ സ്ട്രാപ്സ്.
സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ കെട്ടുക, തുണി സ്കേർട്ടൊക്കെ കെട്ടുന്ന സ്ട്രിങ്സ് ഉപയോഗിക്കാതെ ഇലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഒട്ടിപ്പ്, വെൽക്രോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒട്ടിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. യൂസ് ഷൂസ് വിത്ത് വെൽക്രോ സ്ട്രാപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ദോസ് വിത്ത് ലേസസ്. ഷൂ ലേസ് ഉള്ള ഷൂസ് ഉപയോഗിക്കാതെ വെൽക്രോ സ്ട്രാപ്സ് ഉള്ള, അതായത് ഒട്ടിപ്പുള്ള ഷൂസുകൾ ഉപയോഗിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. ഫീഡിംഗ്. Diet for every patient in a hospital must be planned according to her or his needs. ഹോസ്പിറ്റലിൽ ഇപ്പോൾ പേഷ്യൻ്റ് കിടക്കുകയാണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ആവശ്യമനുസരിച്ച് ഭക്ഷണം പ്ലാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വാഷ് ദ പേഷ്യൻസ് ഹാൻഡ്സ് ഓർ ആസ്ക് ഹെർ ഓർ ഹിം ടു വാഷ് വൺസ് ഹാൻഡ് ആൻഡ് ഫേസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്. ഗീവ് ടൈം ഫോർ മൗത്ത് കെയർ. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കഴിക്കുന്നതിന് ശേഷവും സ്വന്തമായി കഴുകാൻ പറ്റുന്നവരാണെങ്കിൽ അതിനെ അവരെ സഹായിക്കണം. അതല്ല നമ്മൾ കഴുകി കൊടുക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്തും കൊടുക്കണം. വാ കഴുകാനായിട്ടുള്ള സമയവും അവർക്ക് കൊടുക്കുക. ആസ്ക് ദ പേഷ്യൻ്റ് ഇഫ് ഷീ ഓർ ഹീ വുഡ് ലൈക്ക് ടു യൂസ് ദ ബാത്റൂം ഓർ ബെഡ് പാൻ ബിഫോർ ഈറ്റിംഗ്. ചില പേഷ്യൻസിന് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ചിലപ്പോൾ ബാത്റൂമിൽ പോകേണ്ടി വരും. അങ്ങനെയുള്ള സമയത്താണെങ്കിൽ അവരെ അതിന് നമ്മൾ സഹായിക്കണം. ഫുഡ് ആൻഡ് വാട്ടർ മസ്റ്റ് ബി സെർവ്ഡ് അറ്റ് ദ കറക്റ്റ് ടെമ്പറേച്ചർ ആസ് പെർ ദ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുമ്പം പേഷ്യൻറ്റിന് കറക്റ്റ് ടെമ്പറേച്ചറിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഭക്ഷണ പദാർത്ഥങ്ങൾ ഒത്തിരി ചൂടുള്ളതാണെങ്കിൽ നാക്കൊക്കെ പൊള്ളത്തില്ലേ, അപ്പോൾ അങ്ങനെ വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. ക്രിയേറ്റ് എ പ്ലസൻറ്റ് എൻവയോൺമെൻറ്റ് ഫോർ എ പേഷ്യൻറ്റ് ബിഫോർ സെർവിങ് ദ ഫുഡ്. പേഷ്യൻറ്റ് റൂം മസ്റ്റ് ബി വെൽ വെൻറ്റിലേറ്റഡ് ഡ്യൂറിങ് ദ മീൽസ്. പേഷ്യൻറ്റിന് ഭക്ഷണം സെർവ് ചെയ്യുന്നതിന് മുൻപ് പ്ലസൻ്റായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പേഷ്യൻറ്റിൻ്റെ റൂം നല്ല കാറ്റ് കയറത്തക്ക രീതിയിലുള്ള വെൻറ്റിലേഷനുള്ള റൂം ആയിരിക്കണം. പേഷ്യൻറ്റ് മസ്റ്റ് നോട്ട് ബി ഡിസ്റ്റർബ്ഡ് ബൈ ട്രീറ്റ്മെൻറ്റ്സ്, ഡ്രസ്സിങ്സ്, വിസിറ്റേഴ്സ് ആൻഡ് ഡോക്ടർ റൗണ്ട്സ് ഡ്യൂറിങ് ദ മീൽ ടൈം. ഭക്ഷണ സമയത്ത് പേഷ്യൻ്റ് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ പേഷ്യൻ്റ് എന്തെങ്കിലും ഡ്രസ്സിങ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റാനോ വിസിറ്റേഴ്സോ ഡോക്ടറിൻ്റെ റൗണ്ട്സോ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെ പേഷ്യൻ്റിന് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവും. അതില്ലാതെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഡ്രസ്സിങ്സ്, ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ഓഫ് വൈറ്റൽ പാരാമീറ്റേഴ്സ് മേ ബി അവോയ്ഡ് ഓർ ഫിനിഷ്ഡ് അറ്റ്ലീസ്റ്റ് 1 hour ബിഫോർ ദ മീൽ ഈസ് സെർവ്. ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപും അത് കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പും പേഷ്യൻറ്റിന് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്സും വൈറ്റൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, BP, പൾസ്, റെസ്പിറേഷനൊക്കെ എടുക്കുന്നത് ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് ഇതെല്ലാം ചെയ്ത് തീർത്തിരിക്കണം. ദ പേഷ്യൻറ്റ് മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ ഇൻ ബെഡ് ഓർ ഔട്ട് ഓഫ് ദ ബെഡ് ബിഫോർ ഷീ ഓർ ഹീ സ്റ്റാർട്ട്സ് ഈറ്റിംഗ്. പേഷ്യൻ്റ് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ പേഷ്യൻറ്റ് കൊടുക്കണം. ബെഡിൽ കിടക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ബെഡിൽ ഇരുത്തി തന്നെ സിറ്റിംഗ് പൊസിഷനിൽ പേഷ്യൻറ്റ് ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതല്ല ബെഡിൽ നിന്ന് ഇറങ്ങുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ബെഡിൽ നിന്ന് ഇറങ്ങി സ്റ്റൂളിലിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. Ensure that bedridden patients are able to see the food or must be told what has been served to them. ഇപ്പോൾ കിടപ്പ് രോഗിയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ എന്ത് ഭക്ഷണമാണ് അവർക്ക് കൊടുക്കുവാൻ പോകുന്നതെന്നുള്ളത് ഒന്നുകിൽ അവരെ കാണിക്കുകയോ എന്താണെന്ന് അവരോട് പറയുകയോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. മീൽസ് മസ്റ്റ് ബി സെർവ്ഡ് ഇൻ ക്ലീൻഡ് ആൻഡ് കവേർഡ് യൂട്ടൻസിൽസ്. ഭക്ഷണം സെർവ് ചെയ്യുന്നത് വൃത്തിയുള്ളതും കവറുള്ള പാത്രങ്ങളിലും ആയിരിക്കണം. കെയർ മസ്റ്റ് ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും രോഗങ്ങൾ പകരാതെ നമ്മൾ ശ്രദ്ധിക്കണം. റിമെമ്പർ ദാറ്റ് എ സിക്ക് പേഴ്സൺ ഹാസ് എ പുവർ അപ്പിറ്റൈറ്റ്. രോഗം കൂടുതലുള്ള ആൾക്കാർക്ക് വിശപ്പ് വളരെ കുറവാണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് മീൽസ് ആർ റെക്കമെൻഡഡ്. നെവർ ഫോഴ്സ് എ പേഷ്യൻറ്റ് ടു ഹാവ് ഫുഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള രോഗമുള്ള ആൾക്കാരെ നമ്മൾ ചെറുതും ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പ്രേരിപ്പിക്കണം. ഒരിക്കലും പേഷ്യൻറ്റിനെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യാനായിട്ട് പാടില്ല. പേഷ്യൻറ്റ് മസ്റ്റ് ബി ഗിവൺ സ്മോൾ മോസൽസ് ഓഫ് ഫുഡ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ടു ച്യൂ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി പേഷ്യൻറ്റിന് ഫുഡ് കൊടുക്കുക. അതാകുമ്പോൾ പേഷ്യൻറ്റ് എളുപ്പം ചവച്ചിറക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. ദ പേഷ്യൻറ്റ് മസ്റ്റ് ബി ഗിവൺ ഇനഫ് ടൈം ടു ടേസ്റ്റ് ആൻഡ് ച്യൂ ദ ഫുഡ്. നെവർ ഹറി ദ പേഷ്യൻറ്റ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന്
നല്ലവണ്ണം ടേസ്റ്റ് നോക്കി ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനുള്ള സമയം നമ്മൾ നൽകണം. പേഷ്യൻറ്റിനെ ധൃതി പിടിപ്പിക്കാനായിട്ട് പാടില്ല. ഈച്ച് പേഷ്യൻറ്റ്സ് ഫ്ലൂയിഡ് റിക്വയർമെൻറ്റ് മസ്റ്റ് ബി മെറ്റ് ടു പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ. ഫ്ലൂയിഡ്സ് ആർ ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് എ മീൽ ഓർ ബിറ്റ്വീൻ മീൽസ്. പേഷ്യൻറ്റിൻ്റെ ശരീരത്തിന് ആവശ്യമായ വെള്ളത്തിൻ്റെ അംശം ചെല്ലാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്തിനാ അങ്ങനെ ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്നത്? നിർജ്ജലീകരണം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, തടയാനായിട്ട്. ഫ്ലൂയിഡ്സ് ആർ ഗിവൺ അറ്റ് ദി എൻഡ് ഓഫ് എ മീൽ ഓർ ബിറ്റ്വീൻ ദ മീൽസ്. വെള്ളം നമ്മൾ ഭക്ഷണത്തിന് ശേഷമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനോ ഇട സമയത്തോ കൊടുക്കാം. Keep the patient in sitting position for at least 30 minutes after the meal so she or he does not choke. ഭക്ഷണം കഴിച്ചതിന് ശേഷം 30 മിനിറ്റ്സ് അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും പേഷ്യൻറ്റിനെ സിറ്റിംഗ് പൊസിഷൻ ഇരുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. GDM must report to the dietitian if a patient is unable to finish the food served or vomits after eating or has an allergy after eating, so that appropriate and timely action can be taken. The GDA must also record and report the quantity of food the patient has eaten. GDA എന്ത് ചെയ്യണം? ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തതിന് ശേഷം പേഷ്യൻ്റ് വൊമിറ്റ് ചെയ്യുകയോ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൊണ്ടുവന്ന ഭക്ഷണം പേഷ്യൻ്റ് കഴിക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഡയറ്റീഷ്യനെ ഇൻഫോം ചെയ്യുകയും എന്ത് ആക്ഷനാണോ അപ്പോൾ തന്നെ എടുക്കേണ്ടത് അത് എടുക്കുകയും ചെയ്യണം. GDA എന്ത് ചെയ്യണം? നമ്മൾ സെർവ് ചെയ്ത ഭക്ഷണം എത്ര ക്വാണ്ടിറ്റി പേഷ്യൻ്റ് കഴിച്ചെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും വേണം. ടോയ്ലറ്റിംഗ്. ഇൻകോണ്ടിനൻസ് ഒക്കേഴ്സ് ഫോർ റീസൺ ലൈക്ക് ഇനബിലിറ്റി ഓഫ് എ പേഷ്യൻ്റ് ടു റീച്ച് ദ ബാത്റൂം ഇൻ ടൈം, ഫോർഗെറ്റിംഗ് ഇറ്റ്സ് ലൊക്കേഷൻ എക്സെട്ര. Use signboards to indicate the way to the bathroom. Have night lights and grab rails that the patient can use to reach the bathroom. Besides, the clothing of the patient must be such that can be taken off easily. Incontinence occurs for reason. Incontinence എന്ന് പറഞ്ഞാൽ യൂറിൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അത് പല റീസൺസുകൾ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻറ്റിന് ബാത്റൂമിൽ എത്തിച്ചേരാനായിട്ടുള്ള സമയം കിട്ടിയെന്ന് വരത്തില്ല. അല്ലെങ്കിൽ അവർ ബാത്റൂമിൻ്റെ ലൊക്കേഷൻ മറന്നു പോകും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തു കൊടുക്കേണ്ടത്? ബാത്റൂം എന്നുള്ള ഒരു സൈൻ ബോർഡ് വെച്ച് കൊടുക്കണം, ആവശ്യത്തിനുള്ള ലൈറ്റിങ്സ് വെച്ച് കൊടുക്കണം, പിന്നെ ഗ്രാബ് റെയിൽസ് പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. എന്തിനാ ഗ്രാബ് റെയിൽസ് കൊടുക്കുന്നത്? പേഷ്യൻറ്റ് ക്യാൻ യൂസ് ടു റീച്ച് ദി ബാത്റൂം. ഗ്രാബ് റെയിൽസ് പിടിച്ച് പേഷ്യൻറ്റിന് ബാത്റൂമിൽ എത്താനുള്ള സാഹചര്യവും ഒരുക്കി കൊടുക്കണം. അവരുടെ വസ്ത്രധാരണവും വളരെ ഈസി ആയിട്ടുള്ളത് ആയിരിക്കണം. അടുത്തത് ടൈംഡ് വിസിറ്റ്സ് ടു ദ ബാത്റൂം ഹെൽപ്പ് ടു റെഡ്യൂസ് ആക്സിഡൻറ്റ്. ബാത്റൂമിൽ പോകുന്ന അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്ന സമയം നമ്മൾ ഫിക്സ് ചെയ്ത് പോവുകയാണെങ്കിൽ ആക്സിഡൻറ്റ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ത് ആക്സിഡൻറ്റ്സാണ് ബാത്റൂമിൽ ഉണ്ടാകുന്നത്? തട്ടി വീഴുക, തെന്നി വീഴുക, ഇതൊക്കെയാണ് ബാത്റൂമിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്സ്. അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ബി അവെയർ ഓഫ് ദ സൈൻസ് ഓഫ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡീഹൈഡ്രേഷൻ ഇൻ എ പേഷ്യൻറ്റ് ആൻഡ് ചേഞ്ച് her or his diet and water intake accordingly. പേഷ്യൻറ്റിന് എന്തെങ്കിലും കോൺസ്റ്റിപ്പേഷൻ മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ്റെയോ ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം, അതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ പേഷ്യൻറ്റിൻ്റെ ശരീരത്തുണ്ടെങ്കിൽ അവരുടെ ഡയറ്റും വാട്ടർ ഇൻടേക്കും ചിട്ടപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. If a patient shows signs of pain while passing urine or during bowel movements, consult a doctor. പേഷ്യൻ്റ് ബാത്റൂമിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പെയിൻ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് ഡോക്ടറിനെ അറിയിച്ചിരിക്കണം. ആക്സിഡൻറ്റ് ഫോൾസ് മേ ഒക്കർ ഇൻ ടോയ്ലറ്റ്സ്, ദെയർഫോർ ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ഡ്രൈ ഓൾവേസ്. ബാത്റൂം നനഞ്ഞൊക്കെ കിടക്കുക അല്ലെങ്കിൽ വെള്ളം വീണ് കിടക്കുകയാണെങ്കിൽ പ്രായമുള്ളവരൊക്കെ ബാത്റൂമിൽ പോകുമ്പം തെന്നി വീഴാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ബാത്റൂം ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. ഗ്രാബ് റെയിൽസ് ഓർ ടോയ്ലറ്റ് സീറ്റ്സ് വിത്ത് റെയിൽസ് മേ മേക്ക് സിറ്റിംഗ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ് ലെസ് ഫ്രൈറ്റനിങ് ഫോർ എ പേഷ്യൻറ്റ്. പ്രായമുള്ള ആൾക്കാർ നമ്മൾ പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ പോയാലും അവർക്ക് പേടിയാണ്. അപ്പോൾ അവരുടെ ഫ്രൈറ്റനിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അവരുടെ പേടി നമുക്ക് മാറ്റാനായിട്ട് വേണ്ടി അവർക്ക് സ്വന്തമായിട്ട് പിടിച്ച് നടന്ന് അല്ലെങ്കിൽ ടോയ്ലറ്റ് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാബ് റെയിൽസ് വെച്ച് കൊടുക്കുക. വാച്ച് ദ പേഷ്യൻറ്റ് ടു എൻഷുർ പ്രോപ്പർ വൈപ്പിംഗ് ആൻഡ് വാഷിംഗ് ഓഫ് ഹാൻഡ്സ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്. പേഷ്യൻറ്റ് ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം
ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഫോർ ഔട്ട്സൈഡ് വിസിറ്റ്സ് ഡയപ്പേഴ്സ് മേ ബി എ ഗുഡ് ഓപ്ഷൻ. പേഷ്യൻ്റ് വിൽ നീഡ് അസിസ്റ്റൻസ് ഇൻ വിയറിംഗ് ആൻഡ് റിമൂവിങ് ഡയപ്പേഴ്സ്. പേഷ്യൻ്റ് പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ആ സമയത്ത് ഡയപ്പേഴ്സ് വെയർ ചെയ്യാനും അത് റിമൂവ് ചെയ്യാനും നമ്മൾ പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യണം. ടേക്കിംഗ് മെഡിക്കേഷൻ. യൂസിങ് സ്മോൾ ലേബിൾഡ് ബോക്സസ് ഫോർ കീപ്പിംഗ് മെഡിക്കേഷൻ. മരുന്നുകൾ സൂക്ഷിക്കാൻ ലേബൽ ചെയ്ത കുഞ്ഞു ബോക്സുകൾ നമുക്ക് ഉപയോഗിക്കാം. ഫോർഗെറ്റിംഗ് ടു ടേക്ക് മെഡിസിൻസ് ഈസ് എ കോമൺ പ്രോബ്ലം ഇൻ പേഷ്യൻസ്. Therefore, caregivers must remind and help the patient to take medicines. A doctor must be consulted if the patient finds it difficult to chew or swallow medications. പ്രായമുള്ളവരുടെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് മരുന്ന് കഴിക്കാനായിട്ട് മറന്നു പോകും. അത് അവരുടെ ഓർമ്മക്കുറവുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തു കൊടുക്കണ്ടേ? ഒരു GDA അല്ലെങ്കിൽ ഒരു കെയർ ഗീവർ എന്ത് ചെയ്തു കൊടുക്കണം? അവരെ ഓർമ്മിപ്പിക്കണം മരുന്ന് കഴിക്കുന്ന കാര്യം. പിന്നെ അവർക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കാനായിട്ട് ഇറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ കാര്യം ഡോക്ടറിനോട് പറയാനായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ടോപ്പിക്ക് വേരിയസ് എലമെൻറ്റ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ കംഫർട്ട് ടു ദി പേഷ്യൻറ്റ്. പേഷ്യൻറ്റിന് സുഖം കിട്ടാനായിട്ട് എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത്? ആദ്യം നമുക്ക് കംഫർട്ട് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബെഡ് ക്രേഡിൽ. These are mostly semicircular in shape, made of wood or metal. സെമിസർക്കുലർ ഷേപ്പിലാണുള്ളത്, മൊത്തം സർക്കിൾ അല്ല, ഒരു റാ പോലാണ് ഇരിക്കുന്നത്. മെയ്ഡ് ഓഫ് വുഡ് ഓർ മെറ്റൽ, അത് തടിയിലോ മെറ്റലിലോ ഉണ്ടാക്കാം. ദീസ് ആർ യൂസ്ഡ് ടു പ്രിവെൻറ്റ് ദ വെയ്റ്റ് ഓഫ് ടോപ്പ് ബെഡ് ക്ലോത്ത്സ് ഓൺ പേഷ്യൻസ് ഫീറ്റ് ആൻഡ് ടോസ്. ഇതെന്താ ചെയ്യുന്നത്? നമ്മൾ ബെഡ്ഷീറ്റ് പേഷ്യൻറ്റ് കവർ ചെയ്യാനായിട്ട് ബെഡ്ഷീറ്റ് ഇടുമ്പം അല്ലെങ്കിൽ ബെഡ് ക്ലോത്ത് ഇടുമ്പം പേഷ്യൻറ്റിൻ്റെ ശരീരത്ത് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെഡ് ക്ലോത്തിൽ യൂസ് ചെയ്യുന്നത്. ദീസ് ആർ യൂസ്ഡ് ഫോർ പേഷ്യൻസ് അഫക്റ്റഡ് ബൈ ബേൺസ്, അതായത് പൊള്ളലേറ്റ പേഷ്യൻസിലാണ് നമ്മൾ ഈ ബെഡ് ക്രേഡിൽ യൂസ് ചെയ്യുന്നത്. അടുത്തത് ബെഡ് ബ്ലോക്സ്. ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വുഡ് ഓർ മെറ്റൽ. തടി കൊണ്ടോ എന്തെങ്കിലും മെറ്റൽ കൊണ്ടോ ബെഡ് ബ്ലോക്സ് ഉണ്ടാക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റേസ് ദ ഫുട്ട് ഓർ ഹെഡ് എൻഡ് ഓഫ് ദി ബെഡ്. ബെഡിൻ്റെ തലഭാഗമോ കാൽഭാഗമോ പൊക്കാനായിട്ട് നമ്മൾ ബെഡ് ബ്ലോക്സ് യൂസ് ചെയ്യുന്നു. എയർ കുഷൻ ഓർ എയർ റിംഗ്. ഇറ്റ് ഈസ് എ റബ്ബർ റിംഗ് ഫിൽഡ് വിത്ത് എയർ. ഒരു റബ്ബർ റിംഗ് ആണ്, അത് നമ്മൾ കാറ്റ് വെച്ചാണ് അത് ഫില്ല് ചെയ്ത് പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിലീവ് പ്രഷർ ഓൺ ദ സ്കിൻ ഓവർ ബോണി പ്രോൺസസ്. അതായത് നമ്മുടെ എല്ലുള്ള ഭാഗത്തിൽ സ്കിന്നിൽ പ്രഷർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എയർ കുഷൻ വെച്ച് കൊടുക്കുന്നത്. പ്രഷർ സോറ് വരാതിരിക്കാനായിട്ട് നമ്മൾ എയർ കുഷൻ സാധാരണ വെച്ച് കൊടുക്കാറുണ്ട്. പ്രഷർ സോർ എന്ന് പറഞ്ഞാൽ ശയ്യാവ്രണം, ഒത്തിരി നാൾ കിടക്കുന്ന പേഷ്യൻ്റ് ഉണ്ടല്ലോ, പുറമൊക്കെ പൊട്ടും. അപ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് നമ്മുടെ ബട്ടക്സിൻ്റെ അവിടെ എയർ കുഷൻ വെച്ച് കൊടുക്കും. ബാക്ക് റെസ്റ്റ്. ദീസ് ആർ യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽസ് കൊണ്ടാണ് ഈ ബാക്ക് റെസ്റ്റ് ഉണ്ടാക്കുന്നത്. ദീസ് ആർ യൂസ്ഡ് ടു സപ്പോർട്ട് ദ ബാക്ക് ഓഫ് ദ പേഷ്യൻ്റ് ആൻഡ് മെയിൻറ്റെയിൻ എ സിറ്റിംഗ് പൊസിഷൻ. പേഷ്യൻറ്റിൻ്റെ ബാക്ക് സപ്പോർട്ട് ചെയ്യാനും ഈ ബാക്ക് റെസ്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ കിടക്കുന്ന പേഷ്യനെ ഇരിക്കുന്ന പൊസിഷനിലാക്കി നമുക്ക് ഇരുത്താനായിട്ടും സാധിക്കും. അടുത്തത് ഫുട് ബോർഡ്. ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വുഡ് ആൻഡ് ആർ എൽ ഷേപ്ഡ്. തടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, അതൊരു എൽ ഷേപ്പ്ഡാണ്. ഇറ്റ് ഗീവ്സ് സപ്പോർട്ട് ടു ദി ഫീറ്റിന് സപ്പോർട്ട് കൊടുക്കുന്നു. അതായത് ഫുഡ് ഡ്രോപ്പ് ഒക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഫുട് ബോർഡ് വെച്ച് കൊടുക്കുന്നു. ഇതിൻ്റെ ഫിഗേഴ്സ് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശ രൂപം കിട്ടും. ഓവർ ബെഡ് ഓർ കാർഡിയാക് ടേബിൾ. The table such as cardiac table is placed in front of the patient and the top of the table is adjusted to the desired height when he wants to take food, read or write. ഇത് കാർഡിയാക് ടേബിൾ എന്ന് പറയുന്ന ഈ ടേബിള് കിടക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തൊരു പേഷ്യൻ്റാണ്, പേഷ്യൻറ്റിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ടേബിൾ പേഷ്യൻറ്റിൻ്റെ അടുത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. പേഷ്യൻ്റ് ഫുഡ് കഴിക്കണമെങ്കിലോ എഴുതണമെങ്കിലോ വായിക്കണമെങ്കിലോ ഒക്കെ ഈ കാർഡിയാക് ടേബിൾ കൊണ്ട് ഹെൽപ്പ് ആണ്. എ പില്ലോ ഈസ് അറേഞ്ച്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദി ടേബിൾ സോ ദാറ്റ് ദ പേഷ്യൻറ്റ് ക്യാൻ ലീൻ ഫോർവേഡ് ഓൺ ഇറ്റ് ഫോർ സപ്പോർട്ട്. ഈ ടേബിളിൻ്റെ പുറത്തൊരു പില്ലോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് അതിനകത്തോട്ട് കമന്ന് കിടക്കാനായിട്ടും സാധിക്കും. അടുത്തത് സാൻഡ് ബാഗ്. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ക്യാൻവാസ്, റബ്ബർ ഓർ പ്ലാസ്റ്റിക് ബാഗ്സ് ഫിൽഡ് വിത്ത് സാൻഡ്.
മണൽ നിറയ്ക്കുന്ന ഒരു സഞ്ചിയാണ് സാൻഡ് ബാഗ് എന്ന് പറയുന്നത്. ദീസ് ആർ യൂസ്ഡ് ടു ഇമ്മൊബിലൈസ് എ ബോഡി പാർട്ട് ആസ് ഇൻ ഫ്രാക്ചർ. അതായത് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഒടിവുള്ള ബോഡി പാർട്ട്, അതായത് ശരീരഭാഗത്ത് എവിടെയെങ്കിലും ഒടിവുണ്ടെങ്കിൽ അത് അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ സാൻഡ് ബാഗ് വെച്ച് കൊടുക്കും. എൽബോ ഓർ ഹീൽ റിങ്സ്. ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് കോട്ടൺ മോൾഡഡ് ടു ഫോം എ റിങ്. കോട്ടൺ, അതായത് നമ്മുടെ പഞ്ഞി, തുണി തയ്ച്ചിട്ട് പഞ്ഞി അതിനകത്ത് വെച്ച് റിങ് രൂപത്തിൽ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എൽബോ റിങ്സ് അല്ലെങ്കിൽ ഹീൽ റിങ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് എ പേഷ്യൻസ് എൽബോ ആൻഡ് ഹീൽസ് അബവ് ദ ബെഡ് സർഫസ്. പേഷ്യൻ്റ് എൽബോ എന്ന് പറഞ്ഞാൽ എന്താ? കൈയുടെ മുട്ട്. ഹീൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ ബാക്ക് ഭാഗമില്ലേ, ഉപ്പൂറ്റിയുടെ തൊട്ടും ആ ഭാഗം ബെഡ് സർഫസിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്ന കംഫർട്ട് ഡിവൈസാണ് എൽബോ അല്ലെങ്കിൽ ഹീൽ റിങ്സ്. പില്ലോസ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോട്ടൺ ഫെതേഴ്സ് ഓർ റബ്ബർ. കോട്ടനോ ഫെതറോ റബ്ബറോ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് പില്ലോ. ടു സപ്പോർട്ട് ദ പേഷ്യൻസ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആൻഡ് ടു എലിവേറ്റ് ആൻ ഇഞ്ചേർഡ് പാർട്ട് ഓഫ് ദി ബോഡി. പില്ലോയുടെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഹെഡും ഷോൾഡറും സപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും ഇഞ്ചേർഡ് പാർട്ട് നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ അത് പൊക്കി വെക്കാനുമായി ഉപയോഗിക്കുന്നു. അടുത്തത് കംഫർട്ട് പൊസിഷൻസ്. ഡോസൽ പൊസിഷൻ. ഫസ്റ്റ് വൺ ഡോസൽ പൊസിഷൻ ഓർ സുപ്പൈൻ ഓർ ഹൊറിസോണ്ടൽ റെക്കമെൻഡ് പൊസിഷൻ. Patient is flat on the bed with legs extended and arms at the sides of the body. പേഷ്യൻ്റ് കട്ടിലിൽ നേരെ കിടന്ന് കാല് നിവർത്തി വെച്ച് കൈ രണ്ട് സൈഡിലും വെച്ച് കിടക്കുന്നതിനെയാണ് ഡോസൽ പൊസിഷൻ എന്ന് പറയുന്നത്. അടുത്തത് ലാറ്ററൽ പൊസിഷൻ ഓർ സൈഡ് ലൈൻ പൊസിഷൻ. പേഷ്യൻ്റ് ലൈസ് ഓൺ ഇസ് സൈഡ് വിത്ത് സ്പൈൻ സ്ട്രെയിറ്റ്. പേഷ്യൻ്റ് ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുന്നു, അവരുടെ നട്ടെല്ല് നേരെ ആയിരിക്കും ഇരിക്കുന്ന ആ സമയത്ത്. പ്രോൺ പൊസിഷൻ. പേഷ്യൻ്റ് ലൈസ് ഓൺ അബ്ഡോമൻ വിത്ത് ഹെഡ് ടേൺ ടു വൺ സൈഡ് ഫോർ കംഫർട്ട്. യൂസ്ഡ് ടു എക്സാമിൻ സ്പൈൻ ആൻഡ് ബാക്ക്. പേഷ്യൻ്റ് കട്ടിലിൽ അബ്ഡോമൻ ചേർത്ത് വെച്ചാണ് കിടക്കുക, അതായത് കമിഴ്ന്ന് കിടക്കുക നമ്മൾ പറയത്തില്ല. വിത്ത് ഹെഡ് ടേൺ ടു വൺ സൈഡ് ഫോർ കംഫർട്ട്. കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ തല ഒരു വശം ചരിച്ച് വെച്ചാണ് കിടക്കുന്നത്. ഇങ്ങനെ ഈ പൊസിഷൻ യൂസ് ടു എക്സാമിൻ സ്പൈൻ ആൻഡ് ബാക്ക്. നമ്മുടെ നട്ടലിൽ എന്തെങ്കിലും പരിശോധിക്കാനോ നമ്മുടെ ബാക്കിൽ അല്ലെ വെർട്ടിബ്രയിൽ എന്തെങ്കിലും ഉണ്ടോ പരിശോധിക്കാനോ ആണ് ഈ പൊസിഷൻ യൂസ് ചെയ്യുന്നത്. ഫൗളേഴ്സ് പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. പേഷ്യൻ്റ് ഈസ് ഇൻ എ പാർഷ്യലി സിറ്റിംഗ് പൊസിഷൻ. പേഷ്യൻ്റ് ഈ പൊസിഷനിൽ നമ്മൾ പേഷ്യൻ്റിനെ ഇരുത്തോ കിടത്തോ ചെയ്യുകയാണെങ്കിൽ പേഷ്യൻ്റ് ഇരിക്കുന്ന പൊസിഷനാണ് കൊടുക്കുന്നത്. ബാക്ക് ഓഫ് ദ ബെഡ് ഈസ് എലിവേറ്റഡ് ടു 45 degrees വിത്ത് ദ എയ്ഡ് ഓഫ് എ ബാക്ക് റെസ്റ്റ് ആൻഡ് പില്ലോ ഓർ ബൈ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദി കോട്ട്. അതായത് പേഷ്യൻ്റിൻ്റെ തലഭാഗം നമ്മൾ 45 ഡിഗ്രിയിൽ പൊക്കി വയ്ക്കും. എങ്ങനെയാ, എന്തിൻ്റെ സഹായത്തോടെയാണ്? ബാക്ക് റെസ്റ്റ്. നമ്മൾ കംഫർട്ട് ഡിവൈസസിൽ ബാക്ക് റെസ്റ്റ് പഠിച്ചായിരുന്നു. ബാക്ക് റെസ്റ്റ് ആൻഡ് പില്ലോ വെച്ചോ ബാക്ക് റെസ്റ്റ് വെച്ചോ അല്ലെങ്കിൽ കോട്ടിൽ തന്നെ തലഭാഗം പൊക്കി വെക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കാണും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പേഷ്യൻറ്റിനെ ഇരുത്തുന്നതിനാണ് ഫൗളേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഫൗളേഴ്സ് പൊസിഷൻ. ദിസ് പൊസിഷൻ ഈസ് യൂസ്ഡ് ഫോർ ഡിസ്നിയ പേഷ്യൻറ്റ്. ഡിസ്നിയ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടലുള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി. ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഈ പൊസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലിതോട്ടമി പൊസിഷൻ. പേഷ്യൻ്റ് ലൈസ് സുപ്പൈൻ വിത്ത് ഹിപ്സ് ഫ്ലെക്സ്ഡ്, കാവ്സ് ആൻഡ് ഹീൽസ് പാരലൽ ടു ദി ഫ്ലോർ. പേഷ്യൻ്റ് നേരെ കിടന്നിട്ട് ഹിപ്സ് ഫ്ലെക്സ് ചെയ്യും, അതായത് നമ്മുടെ കാലിൻ്റെ മുട്ട് മടക്കുമ്പം അതിനോടൊപ്പം തന്നെ നമ്മുടെ 2 ഇടുപ്പും മടങ്ങും. എന്നിട്ട് ഹീൽസ് പാരലൽ ടു ദി ഫ്ലോർ, തറയിലോട്ട് നമ്മുടെ കാല് കുത്തി വയ്ക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഗൈനക്കോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുമാണ് ഈ പൊസിഷൻ ഉപയോഗിക്കുന്നത്. ട്രെൻഡലൻബർഗ് പൊസിഷൻ. ദ പേഷ്യൻ്റ് ലൈസ് ഓൺ ദ ബാക്ക്, ദ ഫുട്ട് ഓഫ് ദ ബെഡ് ഇസ് എലിവേറ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 degree. പേഷ്യൻ്റ് നേരെ കട്ടിലയിൽ കിടക്കും അല്ലെങ്കിൽ ഈ എക്സാമിനേഷൻ ബോർഡിൽ കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഫുട്ട് ഓഫ് ദ ബെഡ് ഇസ് എലിവേറ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 degree. കാലിൻ്റെ ഭാഗം 45 ഡിഗ്രി പൊക്കി വയ്ക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സാമിനേഷൻ ഓഫ് പെൽവിക് ഓർഗൻസ്, ട്രീറ്റ് ഷോക്ക് ആൻഡ് ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ. പെൽവിക് ഓർഗൻസ് പരിശോധിക്കാനും ഷോക്ക് ട്രീറ്റ് ചെയ്യാനും നമുക്ക് ബ്ലഡ് പ്രഷർ കുറയുമ്പം അത് കൂടാനുമായിട്ടാണ് ഈ പൊസിഷൻ യൂസ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഹെൽത്തി പേഴ്സൺ. ആരോഗ്യമുള്ള ഒരാളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്തി വെയ്റ്റ് ആൻഡ് സൈസ്.
അയാളുടെ വെയ്റ്റിനൊത്ത സൈസായിരിക്കും. ഹെൽത്തി ലുക്കിംഗ് സ്കിൻ ഹെൽത്തി ആയിരിക്കും, അതായത് ഡീഹൈഡ്രേഷൻ ഒന്നും കാണത്തില്ല. ഈസ് ഓഫ് ബ്രീത്തിങ്, അനായാസ ശ്വാസോച്ഛ്വാസം നടത്താൻ പറ്റുന്ന ആളായിരിക്കും. ഹാവിങ് ക്ലിയർ ഐസ്, വിളർച്ചയുള്ള കണ്ണുകളായിരിക്കത്തില്ല, ക്ലിയർ ആയിട്ടുള്ള ഐസ് ആയിരിക്കും. റെഗുലർ ആൻഡ് പോസിറ്റീവ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പോസിറ്റീവായിട്ടുള്ള രീതിയാണ് ഉള്ളത്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെൻ്റലി ഹെൽത്തി പേഴ്സൺ, മാനസിക ആരോഗ്യമുള്ള ആളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ? എ മെൻ്റലി ഹെൽത്തി ഇൻഡിവിജ്വൽ ഫീൽസ് കംഫർട്ടബിൾ എബൌട്ട് ഹിംസെൽഫ്, ഒരു വ്യക്തി അയാളോട് തന്നെ സുഖകരമുള്ള ആളായിരിക്കും. എ മെൻ്റലി ഹെൽത്തി പേഴ്സൺ ക്യാൻ ഗെറ്റ് എലോങ് വിത്ത് അതർ പീപ്പിൾ, മാനസിക ആരോഗ്യമുള്ള ഒരാൾ മറ്റുള്ള ആൾക്കാരോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ആളായിരിക്കും. എ മെൻ്റലി ഹെൽത്തി പേഴ്സൺ ഈസ് ഏബിൾ ടു മീറ്റ് ദ ഡിമാൻഡ് ഓഫ് ലൈഫ്, മാനസിക ആരോഗ്യമുള്ള ആൾ അയാളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഡിമാൻഡ് ഓഫ് ലൈഫിലെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഹീസ് വെൽ അഡ്ജസ്റ്റഡ്, ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാൾ ആയിരിക്കും. ഹി ഫേസ് ആൻഡ് സോൾവ് ദ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുകയും ചെയ്യും, അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവും ഉണ്ട്. വേരിയസ് എലമെൻറ്റ്സ് ഓഫ് പേഷ്യൻ്റ് സേഫ്റ്റി, പേഷ്യൻറ്റിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉള്ള ഘടകങ്ങൾ എന്തൊക്കെ? ഫ്രീഡം ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി, തെർമൽ ഇഞ്ചുറി, കെമിക്കൽ ഇഞ്ചുറി, ഫ്രീഡം ഫ്രം റേഡിയേഷൻ, ഫ്രീഡം ഫ്രം അലർജൻസ്, ഫ്രീഡം ഫ്രം വെർമിൻ, ഇൻസെക്ട്സ് ആൻഡ് അനിമൽ പെസ്റ്റ്. ഫ്രീഡം ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി എങ്ങനെയാണെന്ന് നോക്കാം. മെക്കാനിക്കൽ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് മറിഞ്ഞു വീഴുക, എവിടെയെങ്കിലും തട്ടി വീഴുക, ഇതൊക്കെയാണ് മെക്കാനിക്കൽ ഇഞ്ചുറി. അപ്പോൾ ഇങ്ങനെയുള്ള ഇഞ്ചുറീസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ എന്താണ് ചെയ്തു കൊടുക്കുന്നത്? വാക്കർ പേഷ്യൻറ്റിന് കൊടുക്കുക, സൈഡ് റെയിൽസ് വെച്ച് കൊടുക്കുക, സൈഡ് ബാർ വെച്ച് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിനെ മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നൊക്കെ സംരക്ഷിക്കാനായിട്ട് പറ്റും. അടുത്ത തെർമൽ ഇഞ്ചുറി, പൊള്ളലിൽ നിന്നും തീപിടുത്തത്തിൽ നിന്നും പേഷ്യൻറ്റിനെ സംരക്ഷിക്കുക. അടുത്തത് കെമിക്കൽ ഇഞ്ചുറി, കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ചില പോയിസണസ് ആയിട്ടുള്ള സാധനങ്ങൾ പേഷ്യൻ്റ് അറിയാതെ എടുത്ത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പോയിസണസ് എലമെൻറ്റ്സ് എല്ലാം ലേബൽ ചെയ്ത് വെക്കണം. അടുത്തത് ഫ്രീഡം ഫ്രം റേഡിയേഷൻ, എക്സ്റേയിൽ നിന്നുള്ള റേഡിയേഷൻ പേഷ്യൻറ്റിന് കിട്ടാതെ നമ്മൾ സൂക്ഷിക്കണം. അൾട്രാ വയലറ്റ് റേസിൽ നിന്നുള്ളത്, ഇൻഫ്രാറെഡ് റേസിൽ നിന്നുള്ളത്, റേഡിയത്തിൽ നിന്നുള്ള റേസൊക്കെ പേഷ്യൻറ്റിന് കിട്ടുമ്പം റേഡിയേഷൻ ഉണ്ടാവും, അതൊക്കെ അതിൽ നിന്നെല്ലാം പേഷ്യൻറ്റിന് സംരക്ഷണം കൊടുക്കുക. ഫ്രീഡം ഫ്രം അലർജൻസ്, അലർജി ഉണ്ടാവുന്ന എല്ലാ സാധനങ്ങളിൽ നിന്നും പേഷ്യൻറ്റിന് ഒരു സംരക്ഷണം കൊടുക്കണം. ചിലപ്പം കട്ടിലിൽ നിന്ന് ഉള്ള പൊടികളിൽ അലർജി ഉണ്ടാവാം, ചില ഫുഡിൽ നിന്ന് അലർജി ഉണ്ടാവും, കോസ്മെറ്റിക്സിൽ നിന്ന് അലർജി ഉണ്ടാവും, ലോഷൻസിൽ നിന്നുണ്ടാവും, പൗഡേഴ്സിൽ നിന്നുണ്ടാവും, മെഡിസിൻസിൽ നിന്നുണ്ടാവും. എന്തിൽ നിന്നാണ് പേഷ്യൻ്റ് അലർജി ഉണ്ടാവുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ പേഷ്യൻറ്റിന് കൊടുക്കുക. ഫ്രീഡം ഫ്രം വെർമിൻ, ഇൻസെക്ട്സ് ആൻഡ് അനിമൽ പെസ്റ്റ്, എലി, ഈച്ച, കൊതുക്, ഇതിൽ നിന്നെല്ലാം പേഷ്യൻറ്റിന് സേഫ്റ്റി കൊടുക്കണം. അടുത്തത് ടൈപ്സ് ഓഫ് ഡയറ്റ്. Therapeutic diet, soft diet, bland diet, liquid diet. Therapeutic diet. It is a meal plan that controls the intake of certain foods or nutrients. These diets differ according to the disease condition of the patient. ഓരോ രോഗത്തിനനുസരിച്ച് പേഷ്യൻറ്റിന് ഡയറ്റ് ക്രമീകരിച്ച് കൊടുക്കുന്നത് ആണ് നമ്മൾ തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സോഫ്റ്റ് ഡയറ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫുഡ് സബ്സ്റ്റൻസ് ദാറ്റ് ആർ ഈസി ടു ച്യൂ ആൻഡ് ഡൈജസ്റ്റ്. പെട്ടെന്ന് ചവയ്ക്കാൻ പറ്റുന്നതും പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ, അതായത് പെട്ടെന്ന് ദഹനം നടക്കുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിനെയാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കഞ്ഞി, സോഫ്റ്റ് കുക്ക്ഡ് പൾസസ്, കുക്ക്ഡ് ഓർ റൈപ്പ് ബനാന, സ്ലൈസ് ബ്രെഡ്. അടുത്തത് ബ്ലാൻഡ് ഡയറ്റ്. എ ഡയറ്റ് ഇൻ വിച്ച് ഫുഡ്സ് ആർ ഈസിലി ഡൈജസ്റ്റബിൾ, ഫ്രീ ഫ്രം സബ്സ്റ്റൻസസ് വിച്ച് മേ കോസ് ഇറിറ്റേഷൻ ടു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. പെട്ടെന്ന് ദഹിക്കത്തക്കതും വയറ്റിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാത്തതുമായ, അതായത് എരിച്ചിലും പുകച്ചിലും ഒക്കെ വയറ്റിലുണ്ടാക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്താ പറയുന്നത്? ബ്ലാൻഡ് ഡയറ്റ് എന്ന് പറയും. എക്സാമ്പിൾ മിൽക്ക്, അവോയ്ഡ് സ്പൈസസ്, ചില്ലീസ്, പെപ്പർ ആൻഡ് ജിഞ്ചർ. അതായത് എരിവും പുളിയും ഉള്ള സാധനങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കണം. Used foods are prepared by baking, boiling, steaming or grilling.
ബേക്ക് ചെയ്യുന്ന ഭക്ഷണം, ബോയിൽ ചെയ്തെടുക്കുന്ന ഭക്ഷണം, ആവി പുഴുങ്ങുന്ന ഭക്ഷണം, ഗ്രില്ല് ചെയ്യുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ലിക്വിഡ് ഡയറ്റ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ക്ലയൻസ് ഹു ആർ അണേബിൾ ടു ടേക്ക് ഓർ ടോളറേറ്റ് സോളിഡ് ഫുഡ്. ഖരരൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ആഹാരത്തെയാണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കുറച്ച് അസൈൻമെൻ്റ് ഉണ്ട്. ലിസ്റ്റ് ഡൗൺ ദ കംഫർട്ട് ഡിവൈസസ് യൂസ്ഡ് ഫോർ ദ പേഷ്യൻറ്റ്, enumerate the comfort positions used for the patient, enlist the steps involving the formulation of care plan, dash is the position used for the dyspnea patient, difference between soft diet and balanced diet. ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവരും ഭംഗിയായി പഠിക്കണം. ഓക്കെ, താങ്ക് യു.